മുമ്പിൽ വെച്ച് സംസാരിക്കാൻ ദൈവം കഥ കാണിച്ചതിന് ഒരു വേദഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 4:1-11 വരെയുള്ള വാക്യം. അനന്തരം പിശാചിന്റെ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഞാൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവനെ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അവിടെ വന്നു അവനെ ശുശ്രൂഷിച്ചു. ദൈവനാമപ്പെടുമാറാട്ടെ. ഇവിടെ 2ാമത്തെ വാക്യത്തിൽ കാണുന്നത് 40 ദിവസം ഭക്ഷണമില്ലാണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഈ 40 ദിവസം ഭക്ഷണമില്ലാണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദൈവത്തിന് വിശന്ന് കാണും. വിശന്നും വയ്യാത്തൊരു നിമിഷത്തിലാണ് കാണുന്നത്. ഈ 40 എന്ന് പറഞ്ഞ പദം പല സ്ഥലത്തും ബൈബിളിൽ കാണുന്നുണ്ട്. ഈ 40 എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ വേർഡ്. പുറപ്പാട് 16-17 വരെയുള്ള വാക്യത്തിൽ ഇസ്രായേൽ 40 ദിവസം മരുഭൂമിയിൽ കിടന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പുറപ്പാട് 24:18 മോശ 40 ദിവസം മൗണ്ട് സീനായ് മലയിൽ ഇരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ 1 രാജാക്കന്മാർ 19:8 എലീജ 40 ദിവസം മൗണ്ട് മോരയിൽ ഫാസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൽ എല്ലാത്തിലും കാണുന്നത് ഈ 40 ദിവസവും പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 40 ദിവസത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ, ആ കഷ്ടത്തിന്റെ ആ ദിവസങ്ങളെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ദൈവം ഈ 40 ദിവസം ഭക്ഷണമില്ലാണ്ട് കിടന്നപ്പോൾ ദൈവത്തിന് എന്താണെങ്കിലും വിശന്ന് കാണും, നല്ല വയ്യാത്തൊരു നിമിഷമാണ്. അപ്പൊ തന്നെ ഈ 3ാമത്തെ വാക്യത്തിൽ പിശാച് ചോദിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ അതോറിറ്റീനെ ചോദ്യം ചെയ്യുന്നതായി കാണാം. നീ ഇത് ദൈവമാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുക. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് പോലീസുകാരനാണെങ്കിൽ നീ ബാഡ്ജ് കാണിച്ചാന്ന് ചോദിക്കുന്ന പോലെയാണ് ദൈവത്തിന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചത്. പക്ഷെ ദൈവം ഇവിടെ അത്രയും വയ്യാത്തൊരു നിമിഷത്ത് പോലും പതറാതെ അവിടെ ഉത്തരം പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വാക്കുകൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ ഉത്തരം പറഞ്ഞേക്കുന്ന ദൈവം ആവർത്തന പുസ്തകം 8-3 വാക്യത്തിൽ നിന്നാണ്. ഇനി ബാക്കി 5-7 വരെയുള്ള വാക്യത്തിൽ 2ാമത്തെ ഒരു സ്ഥലത്തേക്ക് സാത്താൻ പരീക്ഷിക്കാൻ കൊണ്ടുപോകുന്നു. ഈ 5-7 വരെയുള്ള വാക്യത്തിൽ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വിധം നിന്നെ കൈ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനത്തെ ഒരു പരിശീലനം കൊടുത്തപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും 2 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സ്വയത്തിനെ അവിടെ മഹത്വപ്പെടുത്തും, കാരണം ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞപ്പോൾ ഇനി എന്റെ ശക്തിയെ കാണിക്കാൻ വേണ്ടി ഞാൻ അടിയിലേക്ക് ഇങ്ങനെ ചാടി കാണിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല ദൈവം അവിടെ ചെയ്തത്. അല്ലെങ്കിൽ 2ാമത് സാധൂകരണത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അംഗീകാരത്തിന് വേണ്ടി ഈ വ്യക്തി എന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞ് ഇതിപ്പോ സാത്താൻ എന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങ് ചാടിക്കളയും. പക്ഷെ അതേപോലെ അല്ല ചെയ്തത്. 2 രീതിയിലും ദൈവം ചെയ്തില്ല. കാരണം ഏതൊരു മനുഷ്യൻ അങ്ങനെ അത്രയും വയ്യാത്ത നിമിഷത്തിൽ ടെംപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴും ദൈവം ബൈബിളിൽ നിന്ന് തന്നെയാണ് ഉത്തരം പറയുന്നത്. ബൈബിളിൽ നിന്ന് ഉത്തരം പറഞ്ഞത് മനുഷ്യൻ എന്ന് ഉത്തരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു വാക്യമെടുത്ത് മിസ്കോട്ട് ചെയ്യാൻ മാത്രമല്ല ദൈവത്തിന്റെ വചനം മുഴുവനായി മനസ്സിലാക്കി സംസാരിക്കണമെന്ന് സാത്താനോട് പറയണ്ടേ. ഈ വാക്കാണെങ്കിലും ഇവിടെ സൂചിപ്പിച്ച് പറഞ്ഞേക്കുന്ന ആവർത്തന പുസ്തകം 6-16 വാക്യത്തിലാണ്. അപ്പൊ അവിടെ ആണെങ്കിലും നമുക്ക് കാണാം ദൈവം മനുഷ്യനായാണ് ഈ ലോകത്തിൽ വന്നത്. അപ്പൊ മനുഷ്യനായ തന്നെ മനുഷ്യന്റെ പല പ്രശ്നങ്ങളും പല രോഗങ്ങളും എല്ലാം ദൈവത്തിന് സഹിക്കേണ്ടി വന്നു. അവിടെ യേശുക്രിസ്തുവിന്റെ വചനങ്ങളല്ല ഉപയോഗിച്ചേക്കുന്നത്. യേശുക്രിസ്തുവായ മനുഷ്യൻ ദൈവം ഈ ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ വചനമെടുത്താണ് എല്ലാ പ്രശ്നങ്ങളെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും എതിരെ നീങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.
8 തൊട്ട് 9 വരെയുള്ള വാക്യത്തിൽ മൂന്നാമത്തെ ഒരു പരീക്ഷണം നമുക്ക് കാണാം. അവൻ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം അവനോട് പറഞ്ഞു.